2024 സെപ്റ്റംബർ 4 കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ ഗ്രാമത്തിന്റെ ആകാശവിഹായസിൽ സങ്കടത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി നിൽക്കുന്നു. ഒരിക്കലും നികത്താനാകാത്ത ഒരു നഷ്ടം ആ ഗ്രാമത്തിനും അവിടുത്തെ ജനങ്ങൾക്കും സംഭവിച്ച ഒരു കറുത്ത ദിവസമായിരുന്നു 2024 സെപ്റ്റംബർ 4. അവരുടെ പ്രിയപ്പെട്ട സഖാവ് ആർ കൃഷ്ണകുമാർ അവരെ തനിച്ചാക്കി നിത്യനിദ്രയിലേക്ക് മടങ്ങിയ ദിവസം. ആരായിരുന്നു സഖാവ് ആർ കൃഷ്ണകുമാർ? സഖാവ്, സുഹൃത്ത്, സഹയാത്രികൻ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കുകളിൽ വർണ്ണിക്കാൻ സാധിക്കാത്ത അർത്ഥതലങ്ങൾ വരുന്ന ഒരു പദം. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട നിവാസികൾക്ക് എല്ലാ അർത്ഥതലങ്ങളും അറിഞ്ഞ് സഖാവെന്ന് വിളിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. 3.5 പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതം പൊതുജനങ്ങൾക്ക് മുൻപിൽ ഒരു തുറന്ന പുസ്തകമായി കാത്തു സൂക്ഷിച്ച ഒരു മനുഷ്യൻ, സഖാവ് ആർ കൃഷ്ണകുമാർ. പരാതിയും പരിഭവങ്ങളുമായി തന്റെ വീടിന്റെ പടികടന്നു വരുന്ന ജനങ്ങൾക്ക് മുൻപിൽ ഒരിക്കലും ചിരിച്ച മുഖത്തോടെയല്ലാതെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത നേതാവ്. സ്വന്തം ആരോഗ്യവും കുടുംബവുമെല്ലാം രണ്ടാമത്തെ കാര്യമായി ആദ്യം ജനക്ഷേമം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തത്വം. സാധാരണക്കാരന് വേണ്ടി ഉയർന്ന ശബ്ദം. പോലീസ് സ്റ്റേഷനിലേക്കാകട്ടെ കോടതിയിലേക്കാകട്ടെ എന്തിനും ഏതിനും അവർക്ക് സഖാവായിരുന്നു തുണ. പ്രസ്ഥാനത്തിനായി പരിപാടികൾ സംഘടിപ്പിക്കുവാനും അത് വിജയിപ്പിക്കുവാനുമുള്ള അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവം ആർക്കും മറക്കാൻ സാധിക്കുന്നതല്ല. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് സ്നേഹം തന്നൊരു മനുഷ്യനായത് ഞങ്ങൾക്ക് ഓർക്കുമ്പോൾ തന്നെ സഹിക്കാൻ ഒക്കുന്നില്ല. ആ ഒരു വിഷമം ഞങ്ങൾ മരിക്കുന്നവരെ ഉണ്ടാവും. അത് വേണമെന്ന് പറയാനില്ല. ഒരു സഹായ ഒരു അവസ്ഥയിലും മാമൻ്റെ അടുത്താണ് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെ അതുപോലെ ഗൈഡൻസ് തരികയും അതുപോലെ കാര്യങ്ങൾ ഞങ്ങൾക്കൊരു ധൈര്യമായിരുന്നു. എന്തൊരു ആവശ്യത്തിനും ഏതൊരു പ്രതിസന്ധി ഞങ്ങളുടെ കുടുംബത്തിന് വന്നാലും മാമൻ ഉണ്ടെന്നുള്ളൊരു ധൈര്യം. പക്ഷേ അത് ഇപ്പോൾ ഇല്ലെന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങളെ പൊരുത്തപ്പെടാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയുന്നില്ല. ഹെൽത്ത് സെൻ്റർ പണിഞ്ഞ് വീട് വേണമെന്നവർക്ക് വീട് കൊടുത്ത്, മെയിൻ്റനൻസിന് വേണമെന്നവർക്ക് അങ്ങനെ കൊടുത്ത്, പല ഒരുപാട് ഉപഹാരങ്ങളും വർഷങ്ങൾ കൊണ്ട് പെൻഷൻ കിട്ടാതെ കിടന്നവർക്കെല്ലാം പെൻഷനാക്കി കൊടുത്ത്, അങ്ങനെ എന്തെല്ലാം ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് ഞങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് എനിക്കുള്ള ദുഃഖത്തിലും സുഖത്തിലുമല്ല, എനിക്ക് താങ്ങാനാവാത്ത വിഷയങ്ങൾ പോലും അണ്ണൻ്റെ അടുത്ത് വ്യക്തിപരമായി കാണുമ്പോൾ തൻ്റെ ഇടമായി നീ ധൈര്യത്തിൽ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമാധാനം തന്ന് നമുക്ക് ഒരു മനസ്സിനൊരു സംതൃപ്തി തന്ന് പറഞ്ഞയക്കുന്ന കൃഷ്ണകുമാരണ്ണൻ്റെ വേർപാടെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു മിത്രം നഷ്ടപ്പെട്ടതിന് തുല്യമാണ് എൻ്റെ കൃഷ്ണകുമാരണ്ണൻ. കൃഷ്ണകുമാർ മെമ്പർ ഈ വാർഡിൻ്റെ സാമൂഹികപരമായും സാംസ്കാരികപരമായും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ജാതിമത ഭേദമന്യേ എല്ലാവരോടും വളരെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു പുള്ളിക്കുള്ളത്. പിന്നെ പുള്ളി മെമ്പറായിട്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ റോഡ് നിർമ്മാണമായാലും ആർക്കെന്ത് ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ പോലും ചെറുത് തൊട്ട് വലുതുവരെ അസാധ്യമായ എന്ത് കാര്യവും പുള്ളി സാധിച്ചു കൊടുക്കും. ശാസ്താംകോട്ടയിലെ പള്ളിശ്ശേരിക്കൽ ഗ്രാമത്തിന്റെ മതേതര മുഖമായിരുന്നു സഖാവ് ആർ കൃഷ്ണകുമാർ. വർഗീയത വേരുറപ്പിക്കാൻ കൊതിച്ച മണ്ണിൽ വർഗീയതയ്ക്കെതിരെ ഉയർന്ന ശബ്ദം. മതത്തെക്കാളുപരി മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മതേതര ശബ്ദം. പള്ളിശ്ശേരിക്കലിലെ തന്റെ ജനങ്ങൾക്ക് അതേത് രാഷ്ട്രീയ വിശ്വാസിയുമാകട്ടെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന അദ്ദേഹത്തിന്റെ ചിന്തയുടെ സാക്ഷാത്കാരമായിരുന്നു പള്ളിശ്ശേരിക്കലിന്റെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്ന EMS സ്മാരക ഗ്രന്ഥശാല. സഖാവ് ആർ കൃഷ്ണകുമാർ എന്ന മനുഷ്യന്റെ ആത്മാവാണ് ആ പ്രസ്ഥാനം. വെല്ലുവിളികളെയും തടസ്സങ്ങളെയും അവഗണിച്ച് അദ്ദേഹം പടുത്തുയർത്തിയ ആ പുസ്തകശാലയുടെ ഓരോ ചുവരിലും ഓരോ മണൽത്തരികളിലും അദ്ദേഹത്തിന്റെ ശ്വാസമുണ്ട്, അദ്ദേഹത്തിന്റെ ഗന്ധമുണ്ട്. ആ ചുവരുകളോട് കാതൊന്നു ചേർത്താൽ കേൾക്കാം അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ നിന്നും ഉയർന്ന ഈൻകുലാബിന്റെ അലയൊളികൾ. അക്ഷര വെളിച്ചത്തിന്റെ പ്രകാശത്തിൽ വേണം തന്റെ പുതുതലമുറ വളരുവാനെന്ന അദ്ദേഹത്തിന്റെ ചിന്ത, അതിന്റെ ഉറപ്പും കരുതലുമായ ആ ഗ്രന്ഥശാല
ജനങ്ങൾക്ക് നൽകിയായിരുന്നു അദ്ദേഹം ഓർമ്മകളുടെ താളിലേക്ക് മടങ്ങിയത്. ആ ഓർമ്മകളിൽ ഇന്നും പള്ളിശ്ശേരിക്കലിലെ ജനങ്ങൾ വിങ്ങിപ്പൊട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹം അവർക്ക് വെറുമൊരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായിരുന്നില്ല. അവർക്ക് അദ്ദേഹം സഹയാത്രികനായിരുന്നു, കൂടെപ്പിറപ്പായിരുന്നു. ശാസ്താംകോട്ട മേഖലയിലെ ഏറ്റവും ജനകീയനായ പൊതുപ്രവർത്തകൻ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു കൃഷ്ണകുമാർ. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങി വെച്ച പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ ജീവിതം തന്നെ അവസാനിച്ച സന്ദർഭത്തിൽ അതിൻ്റെ തെളിവായി അദ്ദേഹത്തെ കാണാൻ ഓടിക്കൂടിയ ആയിരക്കണക്കിന് ആളുകളായിരുന്നു. ആ പ്രദേശത്തെ എല്ലാ വീടിൻ്റെയും അകത്തളങ്ങളിൽ ചെല്ലാൻ അവകാശമുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെ എല്ലാവർക്കും ആ അവസരം ലഭിക്കില്ല. അവിടെ കൂടിയ സ്ത്രീകളുടെ നിലവിളി മാത്രം മതി, അവിടെ കൂടിയ ഏറ്റവും സാധാരണ മനുഷ്യരുടെ വിലാപങ്ങൾ മാത്രം മതി ആ ജനകീയതയെ നമുക്ക് ബോധ്യപ്പെടാൻ. കൃഷ്ണകുമാർ വലിയ വായനക്കാരനോ വലിയ പ്രഭാഷകനോ ആയിരുന്നില്ല. ഇതൊന്നും അല്ലാത്തൊരാൾ നൂറുകണക്കിന് ആളുകളെ വായിപ്പിക്കാൻ ഉതകുന്ന ഏറ്റവും ഗ്രാമീണ തലങ്ങളിൽ ഉള്ള ഒരു മേഖലയിൽ, അല്ലെങ്കിൽ വലിയൊരു ഗ്രാമീണത നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഏറ്റവും ശക്തമായ ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കുന്നതിൽ നല്ല മുൻകൈയാണ് എടുത്തത്. രാഷ്ട്രീയത്തിൽ ധാരാളം സുഹൃത്തുക്കളെ, സഖാക്കളെ മാത്രമല്ല ധാരാളം സുഹൃത്തുക്കളെ അദ്ദേഹത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞു. ഒരു ജനകീയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കൃഷ്ണകുമാറിൻ്റെ ജീവിതമാണത്. അത് അത്ര പെട്ടെന്ന് ആർക്കും അനുകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായുള്ള നഷ്ടം, ഒരാൾക്ക് മാത്രമുള്ള നഷ്ടമല്ലത്. ഒരുപാട് പേർക്ക്, ഒരുപാട് കുടുംബങ്ങൾക്ക്, ഒരുപാട് സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്കെല്ലാം വലിയ വ്യക്തിനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. സുനാമി പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും ശുചീകരണത്തിനുമായി കുന്നത്തൂരിൽ നിന്നും ആലപ്പാട്ടേക്ക് പുറപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃസ്ഥാനത്ത് സഖാവ് ആർ കൃഷ്ണകുമാറുമുണ്ടായിരുന്നു. അന്ന് പ്രധാനമന്ത്രി പോയതിനു ശേഷം ആ പേര് പറഞ്ഞു മണിക്കൂറുകളോളം പൊരിവെയിലത്ത് പ്രവർത്തകരെ പോലീസ് തടഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന ആവശ്യത്തോടെ അണുവിട ചലിക്കാതെ മുന്നിൽ നിന്ന സഖാവ് അവസാനം മണിക്കൂറുകൾ നീണ്ട വാഗ്വാദത്തിന് അവസാനം ഡിവൈഎസ്പിക്ക് അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു എന്നതും ചരിത്രമാണ്. പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നേരിടേണ്ടി വന്ന പീഡനങ്ങളും കൊടിയ മർദ്ദനങ്ങളും അദ്ദേഹത്തിന്റെ വിപ്ലവ വീര്യത്തെ തെല്ലിട പോലും തളർത്തുകയല്ല ചെയ്തത്. മറിച്ച് കൂടുതൽ വീര്യത്തോടെ ആ വിപ്ലവാഗ്നിയെ ജ്വലിപ്പിച്ചു. ആ വിപ്ലവാഗ്നി അദ്ദേഹത്തെ പിന്തുടർന്നു വന്ന തലമുറയ്ക്ക് ഊർജമായി മാറുകയും ചെയ്തു. സഖാവിന്റെ ജീവിത ചരിത്രം പറഞ്ഞു തുടങ്ങിയാൽ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്നത് സംശയമുണർത്തുന്ന ഒരു കാര്യമാണ്. ശാസ്താംകോട്ടയുടെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളർച്ചയുടെ വിത്തുകൾ വിതറിയ കരുത്തനായ നേതാവെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കണോ, അതോ രാഷ്ട്രീയത്തിനതീതമായി ഒരു മനസ്സോടെ ജനങ്ങൾ അംഗീകരിച്ച വ്യക്തിത്വമെന്നോ, അതോ പാർട്ടിയിലെ യുവതലമുറയ്ക്കും വിദ്യാർത്ഥികൾക്കും അറിവും ഊർജവും പകർന്ന രക്ഷാധികാരി എന്നോ? ഒന്നു മാത്രം ഉറപ്പിച്ചു പറയാം, വിവരണങ്ങൾക്കതീതനായ വ്യക്തിത്വമാണ് സഖാവ് ആർ കൃഷ്ണകുമാർ. നീതി നിഷേധങ്ങൾക്കെതിരെ ജനപക്ഷത്തു നിന്നും പോരാടിയ സഖാവ് എന്നും വേണ്ടപ്പെട്ടവർക്ക് തങ്കക്കുട്ടനായിരുന്നു. തന്റെ പ്രദേശത്തെ അവഗണന അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന ചിന്ത അവരിൽ ഉണ്ടാക്കുവാൻ സഖാവിന് സാധിച്ചു. അവർക്ക് തങ്കക്കുട്ടൻ ചേർത്ത് നിർത്തലിന്റെയും ആശ്വാസത്തിന്റെയും ആൾരൂപമായിരുന്നു. എൻ്റെ പേര് യാസിം. ഞാൻ EMS ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയാണ്. ഞാൻ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ആയിട്ട് ഏകദേശം 3 വർഷമായി. ഗ്രന്ഥശാല വരുന്നതിന് മുന്നേ തന്നെ കൃഷ്ണകുമാറണ്ണനെ ചെറുപ്പം മുതലേ നമുക്കറിയാം. ഞങ്ങളൊക്കെ തങ്കക്കുട്ടണ്ണൻ എന്നാണ് അറിയപ്പെടുന്നത്, വിളിക്കപ്പെടുന്നത് എല്ലാം. ഈ അടുത്ത സമയത്താണ് കൃഷ്ണകുമാർ എന്നുള്ളൊരു പേര് ഒരുപക്ഷെ എല്ലാവരും അറിയപ്പെടുന്നത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന് തൊട്ട് മുമ്പ് വരെയും എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു പേര്, ഇവിടെ ആരും ഒന്ന് അഡ്രസ്സ് ചോദിച്ചാലും കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും അറിയത്തില്ല. തങ്കക്കുട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമീപ പ്രദേശത്ത് എല്ലാവർക്കും അറിയപ്പെടത്തുള്ളൂ. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പോസ്റ്ററുകളിൽ ആർ കൃഷ്ണകുമാർ എന്നുള്ള പേര് പ്രസിദ്ധമായത്. അതുവരെയും തങ്കക്കുട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ മനസ്സിലെന്നും അന്നും ഇന്നും എല്ലാം ആ പേര് തന്നെയാണ്. വളരെ ദീർഘവീക്ഷണത്തോടുള്ള കാര്യങ്ങൾ കൃഷ്ണകുമാറണ്ണൻ എപ്പോഴും നമ്മളോട് പറയുമായിരുന്നു. നമുക്ക് ആ സ്ഥാനമില്ല, ആ സ്ഥാനം ഉണ്ടാകണം, ആ സ്ഥാനം അതിന് ഭൂമി കണ്ടെത്തുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വട്ടം നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെയാണ് നമ്മൾ വസ്തു വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മൾ സമീപിച്ചു. അങ്ങനെ പലരിൽ നിന്നും സമാഹരിച്ച തുക കൊണ്ടാണ് ഇന്ന് ഈ ഗ്രന്ഥശാല നിൽക്കുന്ന കെട്ടിടം, ഏകദേശം 15 സെൻറ്റോളം സ്ഥലം നമുക്ക് വാങ്ങാൻ കഴിഞ്ഞത്.
പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ട്. ഞങ്ങൾ ഈ മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം രാത്രിയിൽ ഒരു ഗ്രന്ഥശാലയുടെ കമ്മിറ്റി കൂടുകയും അതിനകത്ത് ലാസ്റ്റ് എടുത്ത തീരുമാനം നമുക്ക് ഓണപ്പരിപാടി നടത്തണം, ഒരു 100-300 പേർക്കുള്ള സദ്യ ഒരുക്കിക്കൊണ്ട് വേണം നമുക്ക് ആ പരിപാടി നടത്താൻ എന്നുള്ള തീരുമാനം എടുത്ത് പിരിഞ്ഞ് പിറ്റേന്ന് രാവിലെ 1-2 പേരെ കാണാൻ പോകണം, യാസിം ഒരുങ്ങി നിൽക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിയുന്നത്. അങ്ങനെ രാവിലെ 8 മണിക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന വഴി പുള്ളി സ്ഥിരം കയറാറുള്ള ചായക്കടയിൽ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അസുഖം പെട്ടെന്ന് വരികയും അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയും അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ പുറകിൽ അവിടെ എത്തിപ്പെടുകയും ചെയ്തു. അണ്ണൻ പോയി എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്നൊരിക്കലും മായില്ല. നമ്മുടെയൊക്കെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം അണ്ണൻ നമ്മളോടൊപ്പമുണ്ട് എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അവരുടെ പ്രതീക്ഷയായിരുന്നു അദ്ദേഹം. കാരണം ഇന്നും അവരുടെ തങ്കക്കുട്ടന്റെ ഓർമ്മയിൽ സഖാവിന്റെ ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ തോരാതെ പെയ്യുന്ന മിഴികളാണ്. ആരായിരുന്നു അവർക്ക് സഖാവ് ആർ കൃഷ്ണകുമാർ എന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്റെ സ്വപ്നമായ EMS ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം ഒരു ഉത്സവം പോലെ ജനങ്ങൾക്കായി കൊണ്ടാടി ആ ചടങ്ങുകൾക്ക് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അപ്രതീക്ഷിതമായ അദ്ദേഹത്തിന്റെ മടക്കം. പക്ഷേ ആ ദിനവും അദ്ദേഹം തളർന്നിരിക്കുകയായിരുന്നില്ല. വയനാട് ദുരിതബാധിതർക്കായി തന്റെ മകൾ ആര്യയുടെ വിരലിലുണ്ടായിരുന്ന തങ്കമോതിരം അവളെ കൊണ്ട് തന്നെ ഉദ്ഘാടകയായ ശൈലജ ടീച്ചറിന് നൽകിയ അദ്ദേഹത്തെ ഇന്നും ജനങ്ങൾ ഓർക്കുന്നു. അദ്ദേഹം മരണത്തിലും തന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് മടങ്ങിയതെന്ന് അഭിമാനത്തോടെ പറയാം. കാരണം മരണശേഷം തന്റെ 2 കണ്ണുകളും ദാനം നൽകിയാണ് ഞങ്ങളുടെ സഖാവ് 1000 ഖണ്ഡങ്ങളിൽ നിന്നും ഉയർന്ന ഇങ്കുലാബിനൊപ്പം എരിഞ്ഞടങ്ങിയത്. ഇല്ല സഖാവേ, മരിക്കുന്നില്ല. നിങ്ങളുടെ ശരീരം മാത്രമാണ് നശിച്ചത്. പക്ഷേ നിങ്ങളുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മരണമില്ല. സഖാവ് ആർ കൃഷ്ണകുമാറിന്റെ 1ാം ചരമവാർഷികമാണെന്ന സഖാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കൃഷ്ണകുമാർ സഖാവിനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് സംസാരിക്കത്തക്ക ഒരു കണ്ടീഷനിലല്ല. കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഇങ്ങനെ സംഭവം നടന്നു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വയ്യാത്ത കണ്ടീഷനിലാണ്. ഞാൻ 10 മിനിറ്റ് എവിടെയെങ്കിലും ഇരുന്നാൽ കൃഷ്ണകുമാർ സഖാവിൻ്റെ ഇപ്പം തിരിപ്പുണ്ടെന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. ചില കാര്യങ്ങൾ നേതൃത്വം തന്ന് എനിക്ക് സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്തതിൻ്റെ വരി എന്നെ പലപ്പോഴും വഴക്കം പറഞ്ഞാണ് ഇങ്ങനെ മതിയോ അതായതാണെന്ന് ചോദിച്ചൊക്കെ ഞാൻ അന്നേരം പറയും, സഖാവേ എനിക്ക് എപ്പോഴും ഇങ്ങനെ പാർട്ടി എന്നും പറഞ്ഞ് നടന്നാൽ പറ്റത്തില്ല സഖാവേ, അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ മുഖത്ത് നോക്കി എന്നെയാണ് വഴക്ക് പറയുന്നത്. സഖാവ് ഒരു സീനിയർ സഖാവാണ്, ഇങ്ങനെ പോരാന്നും പറഞ്ഞ് ഞങ്ങൾക്കെല്ലാം പ്രായത്തിൽ ഞങ്ങൾ 10-20 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും എപ്പോഴും ഒരു വഴിയാട്ടിയായിട്ട് ഇന്ന് പോരായിരുന്നു സഖാവ് കൃഷ്ണകുമാർ. 2003 എ കെ ആന്റണി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് മുത്തങ്ങ സമരം വെച്ച് ശിവദാസ മേനോൻ ഒരാഴ്ചയുടെ പിറ്റേന്ന് പാർട്ടി ഹർത്താൽ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ശാസ്ത്രയുടെ ബന്ധാഹ്വാനം ചെയ്ത് ഞങ്ങളന്ന് ആ നടത്തിയ സമരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ പോലീസ് മർദ്ദനം, അതോടൊപ്പം കൃഷ്ണകുമാർ സഖാവിനെ താഴെയിട്ട് ബൂട്ടിന് ചവിട്ടാൻ പോയപ്പോഴാണ് ഒരു പോലീസുകാരൻ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ആ സഖാവിൻ്റെ അവൻ്റെ ദേഹത്ത് തുടരുത്, സാറിൻ്റെ മേലുദ്യോഗസ്ഥനാണെങ്കിലും എന്ന് പറഞ്ഞു. അന്ന് ലാസ്റ്റ് ഈ പോലീസുകാരൻ പിടിച്ചിട്ട് ഞാനും ഈ കൃഷ്ണകുമാർ സഖാവും കൂടി ഞങ്ങൾ മുമ്പും പുറവുമാണ് ഓടുന്നത്. മാർക്കറ്റിനകത്ത് ചെന്നപ്പം പറഞ്ഞു, എന്നാൽ എനിക്കിത്തിരി വെള്ളം കുടിക്കണമല്ലോ. ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും ജീവൻ കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക് എന്നും പറഞ്ഞ് ഓടിപ്പോയി. ആ സഖാവിനെടുത്തിരുന്ന് ഞങ്ങൾ പല ഭാഗത്തായിപ്പോയി. ലാസ്റ്റ് എന്നെയും അപ്പുറത്തുള്ള ജമാൽ സഖാവ് എന്ന് പറഞ്ഞ ഒരാളിനെ ഞങ്ങളെ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഒരാഴ്ച ഈ കൃഷ്ണകുമാർ സഖാവിനെ പിടികിട്ടി ഞങ്ങൾ ഒരാഴ്ച ജയിലിൽ കിടന്നു. പക്ഷെ ആ 2003 പോലീസ് മർദ്ദനമൊക്കെയാണ് എൻ്റെ സഖാവിന് ഇങ്ങനെ ഭക്തനുള്ള ഏറ്റവും വലിയ വിഷയം. അതൊരു രൂക്ഷമായ മർദ്ദനമാണ്, ഒരിക്കലും സഹിക്കാനൊക്കെ. ആ സഖാവിന് അവസാനം ഒരു ജീവിതം ഒരു ജീവിതം തുടങ്ങേണ്ട സമയത്ത് ആ സഖാവ് ഒരു ജീവിതം തുടങ്ങിയത് പോലുമില്ല. പിന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ആ സഖാവ് ഒരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കാൻ ഒരുങ്ങുന്നത്. പക്ഷെ അതും ഒന്നും ആകാത്ത ഒരു രീതിയിൽ ആ സഖാവ് ഞങ്ങളെ കേട്ടിട്ട് പോയി. ഒരിക്കലും
സഹിക്കാനൊക്കാത്ത ഒരു സംഗതിയാണത്. കഴിഞ്ഞ ചൊവ്വാഴ്ച നാൾ രാത്രി 9 മണി വരെ കമ്മിറ്റി കൂടി ഞങ്ങളെല്ലാം കൂടെ തീരുമാനമെടുത്ത് ഓണസദ്യ ഉണ്ടാക്കണം, നമുക്കിതിൻ്റെ ബാധ്യത എല്ലാവരും കൂടെ തീർക്കാം എന്ന് വരെ പറഞ്ഞാണ് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ചു വിട്ട് പിറ്റേന്ന് രാവിലെ 9 മണിക്ക് ഞങ്ങളൊരു മരണ വാർത്ത അറിഞ്ഞപ്പം ഞങ്ങൾക്കത് താങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതിന് മേളിൽ ഇനി ഒരു പരന്ത് പറക്കാൻ ഞങ്ങൾക്ക് ആർക്കും അതിനനുവദിക്കരുത്, ഞങ്ങൾ അനുവദിക്കത്തുമില്ല. ആരെല്ലാം വന്നാലും ഞങ്ങൾക്ക് മേളിൽ, ഞങ്ങളുടെ കൃഷ്ണകുമാറിന് മേളിൽ ഒരു പരന്തും പറക്കാൻ ഞങ്ങൾ ഇടയാക്കും.